ഹായ് നമസ്കാരം, അഭിലാഷ് ഷോട്ടയാണ്. അപ്പോൾ രണ്ട് സുന്ദരികളുടെ കൂടെയാണ്, അതുകൊണ്ട് കുറച്ച് ഗ്ലാമർ എനിക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. അതുണ്ടല്ലോ നമ്മുടെ ചങ്ക് ആണല്ലേ ഇന്ന് ഗ്ലാമർ. അപ്പോൾ ഇത് നമ്മുടെ ബിനി ചാലക്കുടിക്കാരൻ ചെങ്ങാതിയിലൂടെ അതായത് നല്ല വേഷം. കാരണം ആ സിനിമ കൊണ്ട് ഒരുപാട് കരഞ്ഞൊരു മൂവിയാണ് അല്ലേ ബിനി? കാരണം കരയെന്ന് പറഞ്ഞാൽ അതല്ല, ആ സിനിമ മണിച്ചേട്ടനെ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് കണ്ണു നിറഞ്ഞു പോകും. പിന്നെ ദൈവാനുഗ്രഹം ബിനിയൻ സാറിൻ്റെ അവിടെ എനിക്കൊരു കുഞ്ഞു വേഷം ചെയ്യാൻ സാധിച്ചു. അതുപോലെ ബിനിക്കാണ് നല്ല ക്യാരക്ടറാണ്, സലികുമാറായിട്ട്. അതിൽ മണിച്ചേട്ടൻ്റെ അമ്മയായിട്ട് ഈ സാധനം ഇപ്പോൾ കണ്ണി കുത്തേനെ കേട്ടോ. അപ്പോൾ നല്ലൊരു കഥാപാത്രമാണ് അതിനകത്ത് ബിനി ചെയ്തത്. കാരണം ഒരുപാട് സിനിമകൾ ബിനി ചെയ്തെങ്കിലും ആ ഒരു കഥാപാത്രം ഇന്നും ജനങ്ങൾ മനസ്സിലേറ്റി അല്ലേ? ആ ഒരു ലുക്കും രൂപവും അതൊക്കെയാണ്. അതിൽ ബിനിയൻ സാറിന് ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും ബിനിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന് നൽകിയതിന് അല്ലേ? ചാലക്കുടിക്കാരൻ ഞങ്ങൾ അത് കണ്ടില്ലായിരുന്നു. അതെ, പുതിയൊരാൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് വിനയൻ സാർ എന്ന് പറയുന്നത്. അപ്പം പിന്നെ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് വലിക്കും, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. നല്ല നിലപാടുള്ള ഒരാളാണ്. അല്ല, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ. പിന്നെ ഇത് നമ്മുടെ വേറെ ചങ്കാണ്, എന്ന് പേര് പറഞ്ഞേ. എൻ്റെ പേര് ജയ എന്നാണ്. ജയ ആണാണോ പെണ്ണാണോ? ജയ എന്നാണ്. ജയ എന്നാണ്. ഫോട്ടോ വെച്ച് താമസിക്കുന്നു. പക്ഷെ എന്റെ സ്വദേശം തൊടുപുഴയാട്ടോ. അപ്പൊ ഇവിടെ ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ? ശരി. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാണ്. എന്തായാലും അതിലുപരി എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിലെ 1 കോടി എന്ന പ്രോഗ്രാമിൽ ഞെട്ടിച്ചൊരു കലാകാരിയാണ്. അതാണ് ശ്രീകണ്ഠൻ സാർ തന്നെ പറഞ്ഞു, ഞാൻ ചമ്മി പോയിന്നോ സാറ് പറയാ നാണിച്ചു പോയി. അതിലുപരി എന്ന് പറഞ്ഞാൽ 1 കോടിയിൽ എനിക്കും വരാൻ സാധിച്ചു സാറിന്റെ പരിപാടിയിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 1 കോടിയിലേക്ക് വന്ന 2 വ്യക്തികളാണ്. ഞാൻ പാട്ടുപാടി, പേഷ്യൻസിന് വേണ്ടി പാട്ടുപാടി മണിക്കൂർ പാടിയാണ് എത്തിയത്. അങ്ങനെ മാസ്റ്റർ മനാഫ് ആദിനാടിൻ്റെ മാസ്റ്റർ മനാഫ് ആദിനാടില്ലേ, ലഭ്യടിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ കോളനി എന്ന സിനിമയിൽ നായകനായിട്ട് എനിക്ക് ക്ഷണം കിട്ടി. ഇത് കണ്ടിട്ടാണ് അദ്ദേഹം എനിക്ക് ആ സിനിമയിലേക്ക് വിളിച്ച്. പാഷൻ ഷാജിയൊക്കെ ഉണ്ടായിരുന്നു, മോളി കണ്ണമല്ല ചേച്ചി ഒക്കെ ഉണ്ടായിരുന്ന മൂവിയാണ്. അപ്പോൾ എന്തായാലും സിനിമയൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നു, പുതിയ പടങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. എന്തായാലും കിട്ടട്ടെ. അതുപോലെ ബിനിയുടെ ഈയുടെ ഒരു പടം അറിയാമെന്ന്, ഹരിഹരൻ സാറൊക്കെ ഉണ്ടായിരുന്ന പടം, നല്ലൊരു മൂവിയായിരുന്നു. അതിനെക്കുറിച്ച് 2 വാക്ക്. അത് ആദിവാസികൾക്കെതിരായിട്ടുള്ള ചൂഷണത്തിൻ്റെ സബ്ജക്റ്റാണ്. ഞങ്ങൾ ആ ഷൂട്ടിന് പോയ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം നമ്മളവിടെ ചെന്നപ്പോഴാണ് അവരെക്കാളും എത്രയോ ഭേദമായിട്ടാണ് നമ്മൾ താമസിക്കണമെന്ന് തോന്നിയത്. കാരണം അവരുടെ ബാത്റൂം മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ. കിടക്കുന്ന വീടുകൾ കണ്ടു കഴിഞ്ഞാലില്ലേ നമുക്ക് ഭയങ്കര. ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ വഴിയോരങ്ങളെ കണ്ടല്ലോ ചില ആൾക്കാർ ഇങ്ങനെ കിടന്നുറങ്ങണത്, സത്യം പറഞ്ഞാൽ സങ്കടം വരും. കാരണം നമുക്കൊക്കെ ഉണ്ടല്ലോ കയറി കിടക്കാൻ, ഇപ്പോൾ ഇത് കഞ്ഞി ആയിക്കോട്ടെ, ചമ്മന്തി ആയിക്കോട്ടെ, ഒന്നും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ ചെന്നിട്ട് കിടക്കാനും തല്ലി അലച്ച് കിടക്കാൻ ഒരു വീടുണ്ട്. ഇതില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതൊന്നും സർക്കാരൊന്നും കാണുന്നൊന്നുമില്ല. എല്ലാവരും അത് കൊടുക്കാൻ ഇത് ചെയ്യാന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അത് സർക്കാരിന്റെയും തോന്നുന്നു. ബാത്റൂം നല്ല അടിപൊളി ബാത്റൂമാണ്. ബാക്കി വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാഭാരതിയിലെ പടത്തിന്റെ പേരിലെ അപ്പാനി ശരത്തൊക്കെ ഉണ്ടായിരുന്ന മൂവിയാണ്. എന്തായാലും നല്ല നല്ല വേഷങ്ങൾ ചെയ്യട്ടെ ഇനി കേട്ടോ. താങ്ക് യു. ഹായ് നമസ്കാരം ബിനി. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വർഷം, ഇപ്പോൾ നാളത്തെ പുതുവർഷം ആവുകയുള്ളൂ, കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം അങ്ങ് തട്ടിമുട്ടി പോയി. അപ്പൊ അടുത്ത വർഷം എങ്ങനെയാവാനാ പ്രാർത്ഥന? ഉണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷകളൊന്നും നടന്നില്ല. 2025 പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിന്നെ അടുത്ത വർഷം എങ്ങനെയാവാനാ പ്രാർത്ഥന? അടുത്ത വർഷം നല്ലതാവട്ടെ. പിന്നെ എനിക്ക് അടുത്ത വർഷം ജനുവരി തന്നെ എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു വയസ്സ് പിന്നെ വീണ്ടും കൂടുവാണ്, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചെലവുണ്ടല്ലേ? പൈസ പറയരുത്. കാരണം വിനിയെ നായികയായിട്ടൊരു പടമൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് പൈസ പറയരുത്. ഞാൻ പറയത്തില്ല, എനിക്ക് അറ്റാക്ക് വരും. അപ്പൊ എന്തായാലും വലിയൊരു അഭിനയ മോഹമായിട്ടൊക്കെ നടക്കുന്ന നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടട്ടെ ഈ വർഷം. എന്തായാലും പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.